ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ 500 ഗ്രാം, ഒരു മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരിയാണ് ഞാൻ ചേർക്കുന്നത്. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര്, തൈര് ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. നമുക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ, ഒരു മുട്ട, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ. ഇനി വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ നിറച്ച 1 സ്പൂണാണ് ഒഴിക്കുന്നത്. നമുക്കിതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ വെക്കണം. എന്നാലേ അതിനകത്ത് ഉപ്പും ആ പുളിയെല്ലാം പിടിച്ചു വരുള്ളൂ. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലാണ് അത് നല്ല ടേസ്റ്റി ആയി വരുള്ളൂ. നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇടാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ തിളച്ചതിന് ശേഷം ഓരോരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഉള്ളൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അധികം എരിവൊന്നുമില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ വെറുതെ ആണെങ്കിലും കഴിച്ചോളും. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായ രീതിയാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.